പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു പുത്തൻ മാസത്തിലേക്ക് ഈശോയുടെ കൈപിടിച്ച് നമ്മൾ പ്രവേശിക്കുകയാണ്. മെയ് മാസം വലിയൊരു അനുഗ്രഹത്തിൻ്റെതായി തീരണം. അതിന് ഈശോ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മെയ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുപോലെ സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നന്മകളിലൊന്ന്, ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് നമുക്ക് കൂട്ടായിട്ട് സ്വർഗം തന്ന, നമുക്ക് സഹായമായിട്ട് ഈശോ തന്ന ഈശോയുടെ അമ്മ, നമ്മുടെ സ്വന്തം അമ്മ. മെയ് മാസ വണക്കം നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ, ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം തേടി അനുഗ്രഹത്തോടെ ഈ പുത്തൻ മാസത്തിലേക്ക്, മെയ് മാസത്തിലേക്ക്, അനുഗ്രഹത്തിൻ്റെ ഈ ദിവസങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലങ്ങളായിട്ട് നമ്മൾ എത്രയോ തവണ എല്ലാ വർഷവും മുടങ്ങാതെ മെയ് മാസ വണക്കമൊക്കെ നടത്തുന്നുണ്ട്. മെയ് മാസ വണക്കത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മ വഴി സംഭവിച്ച ഒരുപാട് അത്ഭുതങ്ങൾ, ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ സഹായങ്ങളെയും ഓർത്ത് നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഈ വർഷവും ഈ പുത്തൻ മാസത്തിൽ, ഈ മെയ് മാസത്തിൽ, വണക്ക മാസത്തിൻ്റെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയെ കൂടുതലൊന്ന് സ്നേഹിക്കാൻ, ഈശോയ്ക്ക് നന്ദി പറയാൻ, ഈശോയെ ആരാധിക്കാൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മൾ വണക്കമാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് ഈശോയിലേക്ക് കൂടുതൽ അടുക്കും. നമുക്കറിയാം, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രാർത്ഥനകളൊന്നാണ് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. അത് കാണാതെ അറിയത്തില്ലാത്ത ഒറ്റ ആൾ പോലും ഉണ്ടാവില്ല. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി. ബാക്കിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ മാതാവിൻ്റെ മധ്യസ്ഥം തേടി ഒരാൾ പോലും ആ സഹായത്തിന് ഉത്തരം കിട്ടാതെ ആരും മടങ്ങേണ്ടി വന്നിട്ടില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥന എന്ന് മാത്രമല്ല, ഇത് പ്രാർത്ഥിച്ചുള്ള നമുക്ക് നന്നായിട്ട് അറിയാം. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ചുള്ള നമുക്കറിയാം. ഈശോ തന്ന ഈ വലിയ സഹായത്തെ, ഈ സ്നേഹത്തെ കൂട്ടുപിടിച്ചുള്ള എല്ലാവർക്കും അറിയാം. പരിശുദ്ധ അമ്മ മാതാവ് എന്നോട്, നിങ്ങളോട് എത്രയും ദയയുള്ള അമ്മ, എത്രയും സ്നേഹമുള്ള അമ്മ. അമ്മയുടെ സങ്കേതത്തിൽ ഓടിച്ചെന്ന് ഒരു കുഞ്ഞു വാവയെ പോലെ, ഈശോ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന പോലെ, നമ്മൾ ഏതൊരു പ്രായത്തിലും ഒരു കുഞ്ഞിനെ പോലെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നാൽ, എന്തു സഹായത്തിന് ഓടിച്ചെന്നാലും നിരാശരായിട്ട് മടങ്ങേണ്ടി വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ വലിയ പ്രാർത്ഥന നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, പുതിയൊരു അനുഗ്രഹത്തിന്റെ മാസത്തിലേക്ക് നിങ്ങളെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മളിന്ന് നന്നായിട്ടൊന്ന് അറിയേണ്ടതും ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടതുമായ ഒരു ബോധ്യത്തെക്കുറിച്ച് ഈ സമയം നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവാണ്. പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ആ ബോധ്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിറയാനും, ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും ഈ ഒരു മാസക്കാലം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയെ വിശ്വസിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകാനും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലൂക്ക 1:35 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇന്ന് ഈ ഒരു ദിവസവും ഈ ഒരു മാസക്കാലം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് ഈശോയെ ആരാധിക്കാൻ ശ്രമിക്കുന്ന എനിക്കും നമുക്കെല്ലാവർക്കും ഈ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മ കേട്ട വലിയൊരു സുവിശേഷമാണത്. നമ്മൾ ഈ ഒരു വണക്കമാസത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം, ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്, പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിശുദ്ധ അമ്മയുടെ ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ, എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടിയ ആളുകൾ, നമ്മളൊക്കെ അതിനകത്തുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ ഉണ്ട്. പല കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് നമ്മൾ മധ്യസ്ഥം വഹിച്ച് ഈശോയോട് ഇതൊന്ന് പറയണേ എന്ന് പറഞ്ഞ് നമ്മൾ സഹായം തേടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാവും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സഹായം തേടി ചെന്ന ഒരാളെ പോലും നിരാശരാക്കി അമ്മ മടക്കി അയച്ചിട്ടില്ല. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നതും എന്താണ് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സഹായങ്ങൾ. ഒരെണ്ണം എടുത്താൽ ചിലപ്പോൾ ഒരു നോട്ട് ബുക്ക് മുഴുവൻ കവർ ചെയ്ത് എഴുതേണ്ടി വരും. പരിശുദ്ധ അമ്മ വഴി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഒക്കെ. നമ്മൾ ഇന്ന് ഒരു കുറച്ച് സമയം കൊണ്ട് ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് തരുന്ന 3 പ്രധാനപ്പെട്ട സഹായങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. ഇത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മൾ ചെയ്യുന്ന ജോലി, പഠനം, ശുശ്രൂഷ, എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുഗ്രഹമായിട്ട് മാറണം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന സഹായം, പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നമുക്ക് തരുന്ന സഹായം, 3 കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ഇത് കേട്ടിരിക്കണം, പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഹൃദയത്തിലേക്ക് സൂക്ഷിക്കണം. ഒപ്പം തന്നെ വിശ്വസിക്കണം.
പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈശോ തന്ന ഏറ്റവും വലിയ സഹായങ്ങളൊന്നായ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും, ഈശോയെ സ്നേഹിച്ച അമ്മ എന്നെയും സ്നേഹിക്കുമെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ മേലാണ് അനുഗ്രഹം നിറയുക. ഒന്നാമത്തെ സഹായം എന്താണ്? പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് തരുന്ന ഒന്നാമത്തെ സഹായം. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ഈ വചനം പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ബൈബിൾ തുറക്കാതെ തന്നെ കാണാതെ അറിയാവുന്ന വചനങ്ങൾ ഒന്നായിരിക്കും അത്. റോമ 8:28, റോമൻസ് 8:28. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ അടുത്ത് വിശുദ്ധ ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ അതെടുത്തൊന്ന് ഒരുമിച്ച് വായിക്കണം. റോമ 8:28 ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. റോമ 8:28. തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ആ ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമ്മളിത് വായിക്കുമ്പോൾ ഈ വണക്കമാസത്തിലേക്ക് പ്രവേശിക്കുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ എവിടെയാണ് പരിശുദ്ധ അമ്മ ഉള്ളത് എന്ന് ചിന്തിക്കണ്ട. ഈശോയെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഞാനും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പാണ് നമ്മുടെ ജീവിതം എന്തൊക്കെ സങ്കടങ്ങൾ, വേദനകൾ, തകർച്ചകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും ചിലപ്പോൾ ഈ ഒരു മെയ് മാസം നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ ഈശോയുടെ വലിയ പീഡാസഹനത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു, ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു, ഒരു വലിയ അനുഗ്രഹത്തിന്റെ മാസം പൂർത്തിയാക്കി പുത്തനൊരു അനുഗ്രഹത്തിന്റെ മാസത്തിലേക്ക് കയറിയിരിക്കണം. പക്ഷെ ചിലപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും, ഒരുപാട് വേദനിക്കുന്നുണ്ടാവും, ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് വേദനകളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. അതിനിടയിൽ നിന്ന് നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. അത് വലിയൊരു സത്യമാണല്ലോ. നമ്മൾ ഈ വേദനയിലും ഈ കടത്തിലും ഈ രോഗത്തിലും ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ കണ്ടീഷൻ നമ്പർ 1, തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. നമുക്ക് ഒത്തിരി സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും, സ്വപ്നങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പാണ്, എന്നെ വിളിച്ച എൻ്റെ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ഞാൻ വിളിക്കപ്പെട്ടത് കർത്താവിന്റെ പദ്ധതി അനുസരിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദിവസം, ഈ ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഹൃദയത്തിലേക്ക് ഒന്ന് വിശ്വസിക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ വിശ്വാസത്തിന്റെ പേരിലാണ്. ഞാൻ എത്ര തകർന്നു കടന്നാലും വീണ് കടന്നാലും, ഞാൻ സ്വപ്നം കണ്ട രീതിയിലൊന്നും എൻ്റെ ജീവിതം മുമ്പോട്ട് പോയില്ലേലും, ഈ കഴിഞ്ഞ വലിയ നോമ്പിന് നിങ്ങൾ എടുത്ത വലിയ തീരുമാനങ്ങൾ ചിലപ്പോൾ ആ നോമ്പ് അവസാനിച്ച അന്ന് മുതൽ ചിലപ്പോൾ തകർന്നു പോയി കാണും. നിങ്ങൾ ചിലപ്പോൾ ചില നിയോഗങ്ങളൊക്കെ വെച്ചോണ്ടായിരിക്കും ഈ നോമ്പ് കാലത്ത് ഒരുപാട് പ്രാർത്ഥിച്ചത്. ഈശോയെ അതൊന്നും നടന്നില്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് എനിക്ക് എന്നാ കിട്ടി എന്നൊക്കെ നമ്മളെല്ലാവരും ചിലപ്പോൾ സങ്കടത്തിൽ പറഞ്ഞു പോകും. പക്ഷെ ഉറപ്പാണ്, ഒരു ഉത്തരവും കണ്ടില്ലേലും, നാളുകളോളം ചിലപ്പോൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നാലും, ഒരുപാട് ഉപേക്ഷകളൊക്കെ നടത്തി നിങ്ങൾ സാക്രിഫൈസ് ചെയ്തൊക്കെ പ്രാർത്ഥിക്കേണ്ടി വന്നാലും, ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ നടക്കാണ്ട് വരും. ചിലപ്പോൾ നമ്മുടെ കൈയുടെ അറ്റത്ത് നിന്ന് ചിലപ്പോൾ വഴുതിപ്പോവും ചില നന്മകൾ, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നും നടക്കാത്ത വരും. പക്ഷെ നമുക്ക് ഉറപ്പാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വേരോടുന്ന വിശ്വാസമാണ്, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ കർത്താവിന്റെ പദ്ധതി അനുസരിച്ചാണ്. ഇപ്പൊ പ്ലാനുകളൊന്നും നടന്നിട്ടില്ല, ഇപ്പൊ പദ്ധതികളൊക്കെ തകിടം മറിഞ്ഞ് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നല്ല ശ്രദ്ധയോടെ വചനം മനസ്സിലാക്കണം. ഈശോയെ സ്നേഹിക്കുന്നവർക്ക്, ഈശോയുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഈശോ എല്ലാം നന്മയ്ക്കായി മാറ്റും. അങ്ങനെയെങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മ എവിടെ ഒളിച്ചു കിടക്കുന്നത് മനസ്സിലാകണം. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഞാൻ ഈശോയെ വിശ്വസിക്കുന്നതുകൊണ്ട്, ഞാൻ ഏതൊരു സാഹചര്യത്തിലും എൻ്റെ ഈശോയുടെ പദ്ധതി നല്ലതാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കും നിങ്ങൾക്കും സ്വർഗം ചെയ്തു തന്ന ഈശോ തന്ന ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധ അമ്മ മാതാവ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്ക്. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞാൻ ഈശോയുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടതുകൊണ്ട് എനിക്കെല്ലാം ഈശോ നന്മയാക്കി മാറ്റും. അങ്ങനെയെങ്കിൽ ഈശോ തന്ന ഏറ്റവും വലിയ നന്മയാണ് എനിക്കൊരമ്മയുണ്ട് എന്നുള്ളത്. എന്നെക്കുറിച്ച് ഈശോയോട് പറയാൻ, എൻ്റെ സങ്കടങ്ങൾ ഈശോയോട് പറയാൻ എത്രയും ദയയുള്ള ഒരമ്മ എനിക്കുണ്ട്. ആ അമ്മയുടെ സങ്കേതം തേടി ഓടിച്ചെന്ന ഞാൻ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എല്ലാം ഈശോ നന്മയ്ക്കാക്കി മാറ്റും. അങ്ങനെ ഈശോ ചെയ്ത ഏറ്റവും വലിയ നന്മകളിലൊന്നാണ് ഈശോയുടെ സ്വന്തം നന്മ നിറഞ്ഞ മറിയത്തെ എൻ്റെ അമ്മയായിട്ട് ഈശോ എനിക്ക് തന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്ന് സഹായം തേടുമ്പോൾ ആദ്യത്തെ സഹായം അമ്മ തരുന്ന ഇതാണ്: ഈശോ തന്ന നന്മയാണ് പരിശുദ്ധ അമ്മ. ഹെയിൽ മേരി ഈസ് ദ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹെയിൽ മേരി ഈസ് ദ ഗിഫ്റ്റ്, ഷീ ഈസ് ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോ തന്ന കൃപ, ഈശോ തന്ന അനുഗ്രഹം, ഈശോ തന്ന നന്മയാണ് പരിശുദ്ധ അമ്മ. എത്രയും തെളിവ് മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി. ആ സഹായം തേടിയപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം, ഈശോയുടെ നന്മ മുഴുവൻ എനിക്ക് കിട്ടുന്നു ഒരമ്മയുടെ രൂപത്തിൽ. ഈ കാര്യം നമ്മുടെ ഉള്ളിലോട്ട് നിറഞ്ഞാൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നമുക്ക് തരുന്ന രണ്ടാമത്തെ സഹായം നമുക്ക് പിടികിട്ടും. ആ രണ്ടാമത്തെ സഹായം യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയും
പ്രത്യേകിച്ച് വലിയ ആഴ്ചയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വായന വായിച്ചത് കേട്ടതൊക്കെ ഓർക്കുന്നുണ്ടാവും. ഈശോയുടെ ക്രൂശ് മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ ചില വാക്യങ്ങളിൽ ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അച്ഛനത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും വചനം ഏതാന്ന്. ഈശോ അവിടെ താഴെ ശിഷ്യനായ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ നിൽക്കുന്നു, അമ്മയും നിൽക്കുന്നു. അവിടെ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം, ജോൺ 19:26. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. എത്രയോ തവണ നമ്മൾ വായിച്ച വചനമാണ് അല്ലേ? എത്രയോ തവണ നമ്മൾ കേട്ട ധ്യാനിച്ച വചനമാണ്. ഈശോ രണ്ട് കാര്യങ്ങൾ കണ്ടു, രണ്ടുപേരെ കണ്ടു. കുരിശിന്റെ ചുവട്ടിൽ ഒത്തിരി പേരുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്, കളിയാക്കുന്നവരും കരയുന്നവരും ഒക്കെ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലുണ്ട്. ഈശോ രണ്ടുപേരെ കണ്ടു. ഒന്ന്, താൻ സ്നേഹിച്ചിരുന്ന ഒരാളെയും തന്നെ സ്നേഹിച്ച ഒരാളെയും. താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനെയും കണ്ടു, തന്നെ സ്നേഹിച്ച അമ്മയും കണ്ടു. ഈ രണ്ടുപേരെയും ഈശോ കുരിശിൻ ചുവട്ടി കണ്ടു. ഒന്ന് ഓർത്ത് നോക്കിയേ, അവിടെ ഈശോയ്ക്ക് വേണമെങ്കിൽ ആദ്യം ഇത്രയും എന്നെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാനോട് പറയാം, ഇതാ നിന്റെ അമ്മ. ഉറപ്പായിട്ടും പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നത് രണ്ടാമതാണ്. ആദ്യം അമ്മയോടാണ് പറയുന്നത്, ഇതാ നിന്റെ മകൻ. അതാ വളരെ ശ്രദ്ധയോടെ അതൊന്ന് വായിച്ചു നോക്കണം. ഈശോ തൻ്റെ കൂടെ അത്രയും കാലം നിന്ന സ്നേഹിച്ച യോഹന്നാന് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഈ അമ്മയെ കൊടുക്കാം. ഇതാ നിന്റെ അമ്മ. നമ്മളൊക്കെ അത് കേൾക്കുകയാണ്. നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നില്ലേ, കുരിശിൽ നിന്ന് ഞാൻ ഈ സ്വരം കേട്ടു, ഇതാ നിന്റെ അമ്മ. ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുന്ന നമുക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഈശോ ചെയ്ത ഏറ്റവും വലിയ നന്മകളിൽ ഒന്ന് പരിശുദ്ധ അമ്മ. ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ സ്നേഹിച്ചത് കൊണ്ട്, യോഹന്നാൻ ഈശോയുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടത് കൊണ്ട് സ്വർഗം കൊടുത്ത ഈശോ കൊടുത്ത നന്മ പരിശുദ്ധ അമ്മ. പക്ഷെ ഇത് ആദ്യം പറയുന്നത് പരിശുദ്ധ അമ്മയോടാണ്, ഇതാ നിന്റെ മകൻ. ഇതിനകത്തൊരു വലിയ സത്യം നമ്മുടെ കണ്ണ് നിറയ്ക്കണം, സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട്. എന്നാന്നറിയോ, ഈശോ ഏൽപ്പിച്ചേക്കാണ് എന്നെ മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ് ഈശോ. പറയാ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. ഞാനൊരു സങ്കടപ്പെടുമ്പം, ഞാനൊന്ന് വേദനിക്കുമ്പോൾ, ഞാനൊന്ന് ഒറ്റയ്ക്കായി പോകുമ്പോഴത്തേനും ഈശോ പറഞ്ഞിട്ടുണ്ട്, ദേ നോക്കിക്കോണം, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. ഈശോയുടെ വചനം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെ നോക്കാൻ ആരുമില്ല, നിങ്ങളെ കരുതാൻ ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, കൂട്ടുകാരില്ല, ജീവിത പങ്കാളിയില്ല, എന്നെ ഒന്ന് നോക്കാൻ പോലും ആരില്ല, എന്നെ പരിഗണിക്കാൻ ഒരാളില്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സങ്കടപ്പെടുമ്പോൾ നിങ്ങളുടെ ഈശോ, എൻ്റെ ഈശോ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം, നോക്കിക്കോണം, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. ഇത് നമ്മുടെ ഹൃദയത്തിലോട്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഇത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരാളില്ല. പക്ഷെ നിങ്ങൾ നോക്കിയില്ലേലും നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരമ്മയുണ്ട്. ഏൽപ്പിച്ചത് ഈശോ ആയതുകൊണ്ട് അമ്മ അത് കൃത്യമായിട്ട് ചെയ്യും. അമ്മ പറയുന്നുണ്ട്, നീ എന്നെ നോക്കിക്കോ, നീ എന്നെ നോക്കിയില്ലേലും കുഞ്ഞെ നിന്നെ ഞാൻ നോക്കുന്നുണ്ടെന്ന് മറിയം നമ്മളോടെല്ലാം പറയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലോട്ട് ഏതൊരു സമയത്തും ഉണ്ടാവേണ്ട, നിറഞ്ഞു നിൽക്കേണ്ട ഒരു ബോധ്യമാണ്, എന്നെ നോക്കാൻ ഈശോ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഒരു വിശുദ്ധരും മാലാഖമാരും ഒക്കെ അല്ല, ഏറ്റവും വലിയ സ്നേഹമായ പരിശുദ്ധ അമ്മയെ എന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈശോ. അതുകൊണ്ട് ഈ ഒരു മാസം, വണക്കമാസത്തിൻ്റെ ഈ ഒരു മെയ് മാസത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ചിലപ്പോൾ ഈ മെയ് മാസം നിങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങൾ കൊണ്ടേ തന്നേക്കാം, ഒരുപാട് വെല്ലുവിളികൾ വന്നേക്കാം, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം, നിങ്ങൾ മടുത്തു പോകുന്ന സമയങ്ങൾ വന്നേക്കാം, നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലാത്ത ചില ദിവസങ്ങളൊക്കെ ഈ മാസത്തിൽ തന്നെ വന്നേക്കാം. എൻ്റെ മാതാവേ, ഇത്രയും നിന്റെ സഹായം തേടുന്ന ഈ ഒരു മാസം പോലും എൻ്റെ ജീവിതത്തിന് സന്തോഷമില്ലെന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാകാം. പക്ഷെ നീ ആ സങ്കടപ്പെടുന്നതിന് മുമ്പേ, നിന്റെ കണ്ണിൽ നിന്ന് ആദ്യത്തെ കണ്ണുനീർത്തുള്ളി പുറത്തേക്ക് വരുന്നതിന് മുമ്പേ, നിന്റെ ചങ്കൊന്ന് പെടയുന്നതിന് മുമ്പേ, നിന്റെ ശ്വാസത്തിന്റെ താളം മാറുന്നതിന് മുമ്പേ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ നിനക്കുണ്ടെന്ന് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കാരണം പറഞ്ഞത് ഈശോയാണ്. നോക്ക്, ബിഹോൾഡ് യുവർ സൺ, നോക്ക് നിന്റെ മകൻ, നിന്റെ മകൾ. അത് നമ്മുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണം. പരിശുദ്ധ അമ്മയോട് ഇത് പറഞ്ഞതിന് ശേഷമാണ് യോഹന്നാൻ കേൾക്കുന്നത്, മനെ ഇതാ നിന്റെ അമ്മ. ഈ നമ്മൾ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ ചങ്ക് പൊട്ടി നിൽക്കുന്ന സമയമാണ്. യോഹന്നാൻ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നു. ആ ഹൃദയമൊക്കെ ഇനി കുത്തി തുറക്കുന്നൊക്കെ കാണാനിരിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് യോഹന്നാന്റെ ഉള്ളിലോട്ട് ഒരു ആശ്വാസം നിറയുന്നതാണ്. ഈ അമ്മയെ കൊടുക്കുകയാണ്. പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന് കേട്ട പാടെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ മുതൽ, ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺ, 10 ദിവസത്തേക്കൊന്നും കാത്തിരുന്നില്ല. വണക്കമാസം കഴിയാൻ വേണ്ടി യോഹന്നാൻ കാത്തിരുന്നില്ല. കേട്ട ഉടനെ സ്വീകരിച്ചു. എൻ്റെ അമ്മയായിട്ട് എൻ്റെ വീട്ടിലോട്ട് സ്വീകരിച്ചു. ഇപ്പൊ ഈ വണക്കമാസത്തിന്റെ ആദ്യത്തെ ദിവസം വെയിറ്റ് ചെയ്യരുത്. 30 ദിവസം 31 ദിവസം കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇനി ഒരു ധ്യാനം കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈശോ അടുത്തൊരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇന്ന് ഇത് പറഞ്ഞേക്കുന്നത് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടിയാണ്. നീ ഒറ്റയ്ക്കാണെങ്കിൽ, നീ വേദനയിലാണെങ്കിൽ, നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നിനക്കൊരു അമ്മയുണ്ടെന്ന് ഈശോ പറഞ്ഞെങ്കിൽ, അപ്പോൾ മുതൽ, ഇപ്പോൾ മുതൽ, ഫ്രം നൗ ഓൺ അവളെ സ്വന്തം അമ്മയായിട്ട് വീട്ടിലോട്ട് സ്വീകരിക്കുക. നിന്റെ ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് അമ്മ മാതാവിനെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുക.
നിന്നെ നോക്കിയിരിക്കാൻ നിനക്കൊരു അമ്മയുണ്ട്. പറഞ്ഞേക്കുന്ന ഈശോയാണ്, നോക്കിക്കോളാൻ. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. ആ ഒരു വലിയ ധൈര്യത്തിൽ നമ്മൾ ഈ മെയ് മാസത്തിൽ മുമ്പോട്ട് പോകണം. 2 അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു. ആ നന്മ പരിശുദ്ധ അമ്മയാണ്. ആ നന്മയുടെ ഏറ്റവും വലിയ ഭാവമായിട്ട് ആ നന്മ നിറഞ്ഞ മറിയം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ അമ്മ എന്നെ നോക്കുന്നു. എൻ്റെ ഈശോയുടെ അമ്മ എന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു അനുഗ്രഹമുണ്ട്. എനിക്ക് ഉത്തരം നൽകുന്ന എൻ്റെ അമ്മ. ഒന്നാമത്തെ അനുഗ്രഹം ഓർക്കണം, പരിശുദ്ധ അമ്മ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മയാണ്. 2, നമ്മളിപ്പോൾ ചിന്തിച്ച പോലെ എന്നെ നോക്കിയിരിക്കാൻ എനിക്കൊരു അമ്മയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, എനിക്ക് ഉത്തരം നൽകാൻ എനിക്കൊരു അമ്മയുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്നിപ്പോൾ നമ്മൾ ഈ വചനമൊക്കെ ശ്രവിക്കുന്ന ദിവസം, നമ്മൾ ആരാധിക്കുന്ന ഒരു സമയമൊക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മണിക്കൂറുകളൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കർത്താവ്, എനിക്കൊരു ഉത്തരം വേണം, എൻ്റെ കുടുംബത്തിനൊരു ഉത്തരം വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇതെന്നെ ഇങ്ങനെ, ഇതെന്ന് തീരും, ഈ പ്രശ്നം തീരും, ഇതിന് ഞാൻ എന്നാ ചെയ്യേണ്ടത്, എനിക്ക് എന്നാ സൊല്യൂഷൻ, എനിക്ക് എന്നാ പരിഹാരം, എനിക്കൊരു പദ്ധതി പറഞ്ഞതാ, നിന്റെ ഹിതം എന്നാന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി താന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ആരാധിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, മണിക്കൂറുകൾ ആരാധനയ്ക്ക് ഇരുന്നിട്ടുണ്ടാവും. ഉത്തരം തരുന്നുണ്ട് ഒരാൾ. ഈശോ നിന്നെ നോക്കാൻ വേണ്ടി മാത്രമല്ല ഏൽപ്പിച്ചേക്കുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഉത്തരം കൊടുക്കാനും ഈശോ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചേക്കാണ്. ഈശോ മടി പിടിച്ചിരിക്കുകയല്ല, ഈശോയ്ക്ക് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളെ സ്നേഹിക്കാനും, നമുക്ക് നന്മ ചെയ്യാനും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമുക്ക് സഹായം തരാനും, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉത്തരം തരാനുമുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി, ഒരു ഡ്യൂട്ടി പരിശുദ്ധ അമ്മയെ ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് ഉത്തരം തരും. എന്നാ ഉത്തരം തരുന്നേ? എന്നാ ചോദ്യത്തിനുള്ള ഉത്തരം തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് ചോദ്യത്തിനും, പ്രത്യേകിച്ച് സങ്കടങ്ങളിലൂടെ കടന്നു പോവാണ്, ഒരു ശൂന്യതയിലൂടെ കടന്നു പോവാണ്, ഒരു വലിയ ഇരുട്ടിൽ പെട്ട് നിൽക്കുകയാണ്, ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടുന്നില്ല. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ലേ, ആദ്യം ദൈവം എല്ലാം സൃഷ്ടിക്കുന്ന സമയത്ത് ഒരു 3 നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു ശൂന്യത ഉണ്ടായിരുന്നു, അന്ധകാരം ഉണ്ടായിരുന്നു, ഒരു ക്രമരാഹിത്യം ഉണ്ടായിരുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ ആ വിവരണത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരാൻ പറ്റുന്ന സാധ്യതയുള്ളൊരു 3 നെഗറ്റീവ് കാര്യങ്ങളാണത്. ഒന്ന് ശൂന്യത. എന്നെ ചെയ്തിട്ടും ഒരർത്ഥം കിട്ടുന്നില്ല. പഠിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ശൂന്യത തോന്നുകയാണ്. കർത്താവെ, ഇതെന്നെ ഈ ചെയ്തുകൊണ്ടിരുന്നേ, എന്നാ ഇതിൻ്റെയൊക്കെ അർത്ഥം, ജീവിതത്തിന്റെ അർത്ഥം എന്നാന്നൊക്കെ ഓർത്ത ഒരു ശൂന്യത നമുക്കുണ്ടാകാം. 2, വലിയ അന്ധകാരം. വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്ധകാരത്തെ നമ്മളിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പാപത്തിന്റെ അവസ്ഥ എന്നൊക്കെ, അശുദ്ധിയുടെ അവസ്ഥ എന്നൊക്കെ. ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഇരുട്ടിൽ വീണ് പോയിട്ടുണ്ടാകാം. ചില ദുശീലങ്ങൾക്ക് പെട്ട് തിരിച്ചു കയറി വരാൻ പറ്റാതെ നമ്മളിങ്ങനെ അവിടെ കിടന്നു നിരങ്ങി പിന്നെ ജീവിതം മുഴുവൻ നിരാശയിലേക്ക് പോകുന്നുണ്ടാകാം. അന്ധകാരമുണ്ട്, ശൂന്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മളൊക്കെ അനുഭവിക്കുന്നത് ക്രമരാഹിത്യം, ഡിസോർഡർ. ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല, പദ്ധതികളൊന്നും നടക്കുന്നില്ല. നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് കാലെടുത്ത് മുമ്പോട്ട് വെക്കുന്നു, തവിടുപൊടിയായിട്ട് താഴെ വീടുന്നു. ഒരുപാട് പേരെ വിശ്വസിക്കുന്നു, ആ വിശ്വസിച്ചവരെല്ലാം പറ്റിക്കുന്നു. നമ്മളെല്ലാം നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല രീതിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നമുക്ക് അടിയും ഇടിയും തൊഴിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. ഒരുപാട് സങ്കടങ്ങൾ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ചെയ്യും? നമ്മുടെ കുഞ്ഞു ജീവിതം ഉത്തരവില്ല. ഇതൊന്ന് ക്രമപ്പെടുത്താൻ, ഒരു ഓർഡറിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. ഈ ശൂന്യതയൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈ അന്ധകാരത്തെ ഒന്ന് മാറ്റി വിശുദ്ധി കൊണ്ട് നിറയാൻ പറ്റുന്നില്ല. ഒറ്റ ഉത്തരം, ആ ഉത്തരം തരാൻ പരിശുദ്ധ അമ്മയെ ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരം എന്താണെന്നറിയോ? ആ ഉത്തരത്തോടു കൂടി പരിശുദ്ധ അമ്മ സുവിശേഷം അടയ്ക്കുന്നുണ്ട്. സുവിശേഷം അടയ്ക്കുന്നു വെച്ചാൽ പരിശുദ്ധ അമ്മ ബൈബിൾ അടച്ചു വെക്കുന്നൊന്നുമല്ല. സുവിശേഷത്തിൽ പിന്നെ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പരിശുദ്ധ അമ്മയുടേതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയ അവസാനത്തെ വാക്യം, അവസാനത്തെ സ്വരം യോഹന്നാൻ 2:5, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഡു ആസ് ഹി സേസ്. നിങ്ങൾ നിങ്ങളുടെ സങ്കടമായിട്ട് ഈ മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ, നിങ്ങളുടെ ശൂന്യതയുമായിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ, എത്രയും ദയുള്ള മാതാവേ, നിന്റെ സഹായമില്ലാതെ എനിക്ക് പറ്റില്ല, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ മടക്കി അയക്കില്ല. നിരാശരായിട്ട് ഉത്തരം തരാതെ മടക്കി അയക്കില്ല. ആ ഉത്തരം എന്താണെന്നറിയോ? ഈശോ പറയുന്നത് പോലെ കേൾക്കുക. നിന്റെ ശൂന്യതയ്ക്ക് ഉത്തരം, നിന്റെ ക്രമരാഹിത്യത്തിന് ഉത്തരം, നിന്റെ അന്ധകാരത്തിന് ഉത്തരം, നിന്റെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക്, നിന്റെ സമാധാനക്കേടിന്, നിന്റെ കുടുംബത്തിലെ കലഹത്തിന്, നിന്റെ സങ്കടങ്ങൾക്ക് എല്ലാം ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായ ഉത്തരം ഒന്നേ ഉള്ളൂ. ആ ഉത്തരം അമ്മ തരികയാണ്. യോഹന്നാൻ 2:5, അവൻ പറയുന്നത് പോലെ ചെയ്യുക. വേറെ ഒന്നുമല്ല. അപ്പുറത്തിരിക്കുന്നവർ പറഞ്ഞു കേട്ടിട്ട് ഇപ്പം എന്നായി? ആ ചേട്ടൻ, ഈ ചേച്ചി, അപ്പുറത്തുള്ളവർ, അവരൊക്കെ പറഞ്ഞിട്ട് എന്തായി? അവർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് കുടുക്കുകളിൽ പെട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 10-ാമത്തെ അധ്യായത്തിൽ ഈശോ നല്ല ഇടയനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്ന് പറയുക, എൻ്റെ വാക്ക് കേൾക്കുന്നു, എന്നെ അനുസരിക്കുന്നു. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മളോട് പറഞ്ഞു തരിക. അവൻ പറയുന്നത് പോലെ ചെയ്യുക.
ഈ വണക്കമാസം ഒരു അനുഗ്രഹമായി തീരുന്നത് നിങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ പഠിച്ചതുകൊണ്ടല്ല, നിങ്ങൾ കുറേ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടല്ല, നിങ്ങളൊരു നിയോഗമൊക്കെ വെച്ച് ഒരു നൊവേനയൊക്കെ ചൊല്ലി പരിശുദ്ധ അമ്മയെ മഹത്വം കൊടുത്തുകൊണ്ടല്ല. നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ, അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഒരു അനുഗ്രഹം വരുന്നുണ്ടെങ്കിൽ അത് തരുന്നത് ഈശോയാണ്. ആ ഈശോ അനുഗ്രഹം തരണമെങ്കിൽ അമ്മ പറഞ്ഞത് കേൾക്കുക. അമ്മ പറഞ്ഞത് ഇതാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ആ ഒരൊറ്റ ഉത്തരത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഈശോയെ എന്നാ ഇങ്ങനെ, അമ്മേ മാതാവേ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നാ ഇങ്ങനെ, എൻ്റെ വീട്ടിൽ മാത്രം എന്താ പ്രശ്നം, എന്നാ പ്രശ്നമാണേലും എന്നാ ഇരുട്ടാണേലും അവൻ പറയുന്നത് പോലെ നീ ചെയ്യ്. നമ്മൾ എപ്പോഴും പരാതിപ്പെടും, കൽഭരണി കാലിയാണ്. കാനായിലെ കല്യാണ വിരുന്നാണ് സിറ്റുവേഷൻ, നമുക്ക് നന്നായിട്ടറിയാം. വലിയൊരു നാണക്കേടിന്റെ സിറ്റുവേഷനാണ്. നമ്മൾ ഒത്തിരി ചിന്തിച്ചൊരു സംഭവമാണ്. നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധം എന്താ അറിയോ? ഈശോ പറഞ്ഞു, നമ്മൾ ധ്യാനങ്ങൾ കൂടി, നമ്മൾ വചന ശുശ്രൂഷ കൂടി, നിങ്ങൾ നോക്കിയേ, ഇപ്പം നിങ്ങൾ ഈ ശാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷ കാണുന്നു. എത്രയോ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ശാലോം ടി വിയിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ശുശ്രൂഷ കൊടുക്കുന്നുണ്ടാവും. എത്രയോ ആയിരക്കണക്കിന് വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എത്രയോ ധ്യാന ചിന്തകൾ നിങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടാവും. പക്ഷേ ഒന്നും നടന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചത് നടന്നില്ലെന്ന്, നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയില്ല. കേട്ടു, നല്ലതാണ്. സബ്സ്ക്രൈബ് ചെയ്തു, നല്ലതാണ്. നിങ്ങൾ വചനം എഴുതി വെച്ചു, നല്ലതാണ്. നിങ്ങൾ 1000 തവണ ആ വചനം എഴുതി വെച്ചു, നല്ലതാണ്. പക്ഷെ ഒരു തവണ പോലും അനുസരിച്ചില്ലെങ്കിലോ? പരിശുദ്ധ അമ്മ പറഞ്ഞത്, അവൻ പറഞ്ഞതുപോലെ എഴുത്, അവൻ പറഞ്ഞതുപോലെ പുസ്തകം അടിക്ക്, അവൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യ്, ബെല്ലൈക്കൺ ഞെക്ക് എന്നല്ല പറഞ്ഞത്. പരിശുദ്ധ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുന്നതാണ്. നമുക്ക് പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരണത്തിന്റെ പിന്നാലെ അനുഗ്രഹം ഉണ്ടാവും. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമുള്ളൂ. ആര് പറയുന്ന അനുസരിക്കുക? ഈശോ പറയുന്ന അനുസരിക്കുക. ഈ 30 ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് അതാണ്. എൻ്റെ ഈശോ പറഞ്ഞത് ഞാൻ അനുസരിക്കും. നിങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മ അഭിമാനിക്കണമെങ്കിൽ, ഇതെൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കണമെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ഈശോയുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ, നമ്മൾ ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് എൻ്റെ കാര്യമൊന്ന് ഈശോയോട് പറയണേ നമ്മൾ പറയുമ്പോൾ അമ്മ ഉറപ്പായിട്ടും പറയും. പക്ഷെ എല്ലാവരുടെയും കാര്യമൊന്നും പറയത്തൊന്നുമില്ല. ആരുടെ കാര്യം പറയാൻ പോകുന്നതെന്നറിയോ? ഈശോ പറയുന്നു അനുസരിക്കാമെന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 10 ദിവസം കഴിഞ്ഞോ വണക്കമാസം കഴിഞ്ഞിട്ടോ അല്ല, ഇന്ന് മാതാവ് നിങ്ങളെക്കുറിച്ച് ഈശോയോട് പറയും ഈശോയെ, എൻ്റെ കുഞ്ഞ് നീ നോക്കാൻ ഏൽപ്പിച്ച നിന്റെ കുഞ്ഞ്, അവൾ നീ പറയുന്ന പോലെ കേൾക്കും. ഇനി അവൾക്ക് വേണ്ടത് ഈശോയെ നീ ചെയ്തു കൊടുക്കണമെന്ന് അമ്മ പറയും. അവിടെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം പൂർത്തിയാകുക. എത്രയും തേളം മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെ പോലും നീ ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിക്കത്തുമില്ല. ആരെയാണെന്നറിയോ? ഈശോയുടെ വചനം അനുസരിക്കുന്നവരെ. അത് നമുക്കൊരു വലിയ തീരുമാനമായിട്ട് എടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വണക്കമാസം അനുഗ്രഹമായി തീരണമെങ്കിൽ ഒറ്റ തീരുമാനം, a single decision. ഈശോ പറഞ്ഞത് അനുസരിക്കുക. ഈശോ പറഞ്ഞത് അനുസരിക്കുക എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാതാവ് പറഞ്ഞത് അനുസരിക്കുകയാണ്. മാതാവ് ഈ സേവകരോട് പറയണം അവൻ പറയുന്ന പോലെ ചെയ്യുക. ശരിക്കും അവർ ആദ്യം ആരെ അനുസരിക്കുന്നത്? പരിശുദ്ധ അമ്മയെ അനുസരിക്കുകയാണ്. അമ്മ പറഞ്ഞ പോലെ ചെയ്യാൻ പോവാണ്. അമ്മ പറഞ്ഞെന്നാ ഈശോ പറഞ്ഞ പോലെ ചെയ്യാൻ. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില സങ്കടങ്ങളൊക്കെ വരും. ഈശോയെ കൽഭരണി കാലിയായിട്ടിരിക്കുകയാണ്, നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങുന്നു, വീണത് ഇല്ലാത്തത് നാണം കെട്ടതൊക്കെ ഓർത്ത് നമ്മളങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാ നാണക്കേടിലും ശൂന്യമായ കൽഭരണിയിലേക്കല്ല നോക്കേണ്ടത്. ആ ശൂന്യമായ കൽഭരണിയെ നിറയ്ക്കാൻ പറ്റുന്ന ഈശോയിലേക്ക് മാത്രം നോക്കുക. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം എന്നാ ചെയ്യാനാ? വെള്ളം ഒഴിച്ചാൽ വീഞ്ഞാവുമോ? ഇതൊന്നും ഒരു ചോദ്യമില്ല സേവകർക്ക്. ഇതെന്നാ സംഭവിക്കാൻ പോകുന്നൊന്നും അറിയത്തില്ല. ഈശോ പറഞ്ഞതിനെ ചോദ്യം പോലും ചെയ്തില്ല. അവർ കണ്ണും പൂട്ടി വിശ്വസിച്ചു. അവൻ പറഞ്ഞ പോലെ ചെയ്തു എന്ന് മാത്രമല്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ട് ചെയ്തു. കൽഭരണി നിറയുവോളം, വക്കോളം, ടു ദ ബ്രിം ദേ ഫിൽഡ്. ആ വക്ക് നിറയുവോളം അവർ നിറച്ചു വെച്ചു. ഈശോ പറഞ്ഞത് അതേപടി അവർ ചെയ്തു. അനുഗ്രഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകി. വെറുതെ ദാഹം മാറ്റുന്ന ഒരു വെള്ളം മാത്രമായിട്ടല്ല, ജീവൻ തരുന്ന വീഞ്ഞായിട്ട് ആ കൽഭരണി നിറഞ്ഞു നിന്നു. ശൂന്യമായ കൽഭരണിയെ നോക്കി സങ്കടപ്പെടരുത്. ഇതുവരെ ഒന്നും സാധിച്ചില്ലല്ലോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലോ, എനിക്ക് ജോലി കിട്ടിയില്ലോ, ഞാൻ പ്രാർത്ഥിച്ചത് നടന്നില്ലോ എന്നോർത്ത് സങ്കടപ്പെടരുത്. ഈ വണക്കമാസത്തിൽ നിങ്ങൾ ഈശോയെ അനുസരിക്കാൻ തയ്യാറാവുക. പരിശുദ്ധമ്മ പറഞ്ഞ് വാക്ക് കേൾക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ ശൂന്യമായ കൽഭരണിയിൽ നിന്ന് നോട്ടം മാറ്റി നിങ്ങളുടെ സകല ശൂന്യതയെ നിറയ്ക്കാൻ പറ്റുന്ന ഈശോയെ മാത്രം നോക്കുക. അപ്പുറം ഇപ്പുറം നടക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കണ്ട, അവരുടെ വാക്കുകളല്ല കേൾക്കേണ്ടത്. എൻ്റെ ഈശോ എനിക്ക് തരുന്ന ജീവന്റെ വാക്ക് കേൾക്കാൻ, അതനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഈ കൽഭരണിയിൽ വെള്ളം നിറയും എന്ന് മാത്രമല്ല, നിറഞ്ഞ വെള്ളത്തെ അവൻ വീഞ്ഞാക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ വീഞ്ഞിനെ അവൻ സ്വന്തം രക്തമാക്കി നിന്റെ കയ്യിലോട്ട് ഒഴുക്കി തരും. എൻ്റെ ശരീരം, എൻ്റെ രക്തം എന്ന് പറഞ്ഞ് എടുത്തു തരും. ആ രക്തവും ആ വീഞ്ഞ് അല്ല, ആ രക്തം, ആ ശരീരം ഭക്ഷിക്കുമ്പോൾ ഓർക്കണം, ഈ രക്തവും ഈ മാംസവും രൂപം കൊണ്ടത് ആ അമ്മയുടെ ഉദരത്തിലാണ്. ശരിക്കും നീ ഈശോയെ സ്വീകരിക്കുമ്പോൾ അമ്മയും നിന്റെ അടുത്തോട്ട് ഇറങ്ങി വരും. കാരണം ആ അമ്മയുടെ ഉദരത്തിലാണ് ഈ മാംസം, ഈ രക്തം രൂപം കൊണ്ട് ഒരു കുഞ്ഞു വാവയായിട്ട് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നത്. ഈശോയെ സ്വീകരിച്ചാൽ
അമ്മയും കൂടെ വരും. അമ്മയെ കൂട്ടുപിടിച്ചാൽ ഈശോ കൂട്ട് നിൽക്കും. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഈ ഒരു മാസക്കാലം മുഴുവൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ വലിയ ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ ആ ഒരു വലിയ അനുഗ്രഹം തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൂട്ട് നമുക്ക് വേണം. പരിശുദ്ധ അമ്മയുടെ കൂട്ട് കിട്ടിയാൽ ഈശോയുടെ വലിയ സ്നേഹം നമ്മളിൽ നിന്നറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ വേണ്ടി പോവാണ്. ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ എഴുന്നള്ളി വരും നമ്മുടെ മുമ്പിലേക്ക്. പക്ഷെ അപ്പമല്ല, പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ രൂപം കൊണ്ടത് അപ്പമായിട്ടല്ല, ജീവനുള്ള ഈശോയാണ്. ആ ഈശോയാണ് നമ്മൾ ഇന്ന് ആരാധനയിൽ കാണാൻ പോകുന്നത്. ഫാനിൻ്റെ കാറ്റൊന്ന് ആഞ്ഞടിച്ചാൽ പറന്നു പോകാൻ സാധ്യതയുള്ള ആ കുഞ്ഞ് അപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഈശോ ഉണ്ട് എന്നുള്ള ആ വലിയ ബോധ്യത്തിൽ ഈശോയെ തന്നെ നോക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ കൂട്ട് തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് പറയുന്ന പോലെ കേൾക്കണമെന്ന് ഈശോയുടെ കുഞ്ഞുങ്ങളോട് മറിയം പറയുകയാണ്. അതനുസരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു മാസക്കാലം മുഴുവൻ വലിയ അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നിടത്തോളം പേര് മുട്ടിന്മേലായിരിക്കുക, കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. പരിശുദ്ധ ആരാധനയിലേക്ക് പ്രാർത്ഥനാ ഗാനത്തോടു കൂടെ നമുക്ക് പ്രവേശിക്കാം. കാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊത്ത് അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊത്ത് അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. നാഥ ആരാധന ആരാധന, പാടാം ആരാധന ആരാധന, നാഥ ആരാധന ആരാധന, നാഥ ആരാധന ആരാധന, പാടാം ആരാധന ആരാധന, നാഥ ആരാധന ആരാധന. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ, നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന നല്ല ദൈവത്തെ നമുക്ക് കാണാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയെ, ദൈവ്യകാരുണ്യമായി എഴുന്നള്ളി വന്ന ഞങ്ങളുടെ ഈശോയുടെ അമ്മയോട് ചേർന്ന് അമ്മയുടെ മകനായ ഞങ്ങളുടെ കർത്താവും ദൈവവും ഏകരക്ഷകനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈശോയെ ഞങ്ങൾ അമ്മയോട് ചേർന്ന് ആരാധിക്കുകയാണ്. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നമുക്ക് നോക്കാം. ഈശോയെ നമുക്ക് ഇന്നിപ്പം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഈശോയെ അത്രയും അടുത്ത് കണ്ട ഒരമ്മ നമുക്കുണ്ട്. ഉണ്ണിയായി ഈശോ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണുകളോടെ, ആന്തരിക നേത്രങ്ങളോടെ ഉദരത്തിലുള്ള ദിവ്യകാരുണ്യത്തെ കണ്ട അമ്മ. ഉണ്ണിയായി കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ കയ്യിലെടുത്ത് സ്നേഹത്തോടെ ആ ദിവ്യകാരുണ്യത്തെ നോക്കിയ അമ്മ. ഈശോ വളർന്ന് വലുതാകുമ്പോൾ ഈശോയുടെ ആ വളർച്ചയെ കണ്ണ് തുറന്ന് കണ്ട് സ്നേഹിച്ച അമ്മ. ഈശോയെ ഒത്തിരി അധികം കണ്ടിട്ടുണ്ട്. ഇന്ന് അമ്മ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളോടും പറയുന്ന ഇതാണ്: ഈശോയെ നോക്ക്. ഞാൻ ഈശോയെ നോക്കിയതുപോലെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട്, ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ മഹാകാരുണ്യത്തെ നോക്കുക. ഈശോയെ, അങ്ങയുടെ മഹാകാരുണ്യത്തെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്ന, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഈ ഭൂമിയിലേക്ക് അമ്മയിലൂടെ കടന്നു വന്ന ആ മഹാകാരുണ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ശിരസ് നമിച്ച്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങേ ആരാധിക്കുന്ന അങ്ങയുടെ മക്കൾ പല സ്ഥലങ്ങളിലിരുന്ന് പല സമയങ്ങളിലിരുന്ന് അങ്ങേ ആരാധിക്കുകയാണ്. ഒരു ആത്മീയ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിയപ്പെട്ട് ഈശോയെ അങ്ങേ ആരാധിക്കുന്ന അങ്ങയുടെ മക്കളാണ്. പരിശുദ്ധ അമ്മയുടെ മക്കളാണ് ഞങ്ങൾ. അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ദാനമായ, സ്നേഹമായ, സമ്മാനമായ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞിരുന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ശിരസ് നമിച്ച് നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ശാന്തമായിട്ട് നമ്മൾ ഈ സമയത്ത് ഈശോയെ തന്നെ നോക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: ഈശോയെ നോക്ക്, ഈശോ പറയുന്നത് കേൾക്ക്, ഈശോ പറയുന്നത് അതേപടി ചെയ്യുക, അനുസരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഈശോ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. ഈശോ പറഞ്ഞതൊക്കെ അതേപടി ചെയ്യാമെന്ന ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളോ, നമ്മുടെ പഠനം, ജോലി, ശുശ്രൂഷ എന്ത് തന്നെ ആയാലും പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നോക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന കാര്യം, സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നത് ഇതാണ്: ഈശോ പറയുന്നത് അനുസരിക്കണം. അനുസരിക്കണമെങ്കിൽ ആദ്യം ഈശോയെ നോക്കണം, ഈശോ സംസാരിക്കുന്നത് കേൾക്കണം. ആ കേൾക്കാനും വിശ്വസിക്കാനും ഹൃദയം തുറന്നു കൊടുക്കണം. ഈശോയെ അങ്ങേ ആരാധിക്കാൻ മാത്രമല്ല, അങ്ങേ അനുസരിക്കാനും കൂടെ ഞങ്ങളിതാ ഇപ്പൊ തയ്യാറെടുക്കുകയാണ്. ഈ മാസം വലിയൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ ഞങ്ങൾക്കൊരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു വഴി, ഈശോ പറഞ്ഞതൊക്കെ അനുസരിക്കാൻ. ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ കുടുംബം അനുസരിക്കാൻ തയ്യാറെടുക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ ജനം ആ ദൈവം പറഞ്ഞതെല്ലാം അനുസരിക്കും. യോശുവ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന് വെച്ചാൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവ് പറയുന്നത് അനുസരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് തയ്യാറെടുക്കാം ഈശോ പറഞ്ഞതെല്ലാം അനുസരിക്കാൻ വേണ്ടിയിട്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈജിപ്തിൽ വലിയൊരു ക്ഷാമം വന്ന സമയത്ത് ഫറവോ അന്നത്തെ ആ പ്രിയപ്പെട്ടവനായ, നമ്മൾ വായിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ജോസഫിന്റെ അടുത്തേക്ക് ആൾക്കാരെ വിട്ടിട്ട് പറയുന്നുണ്ട്, ജോസഫിന്റെ അടുത്തേക്ക് ചെല്ല്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. പഴയ നിയമത്തിൽ ഫറവോ ജോസഫിനെ കുറിച്ച് പറഞ്ഞാണ്, അവൻ പറയുന്ന പോലെ ചെയ്യ്, കാരണം അവന്റെ കയ്യിൽ ഉത്തരവുണ്ട്. പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. യോഹന്നാൻ 2:5, കാനായിലെ കല്യാണ വിരുന്ന്. ശൂന്യതയിലേക്ക് നോക്കരുത്, ഇല്ലായ്മകളിലേക്ക് നോക്കരുത്, ആ കൽഭരണിയിലേക്ക് നോക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഈശോയെ മാത്രം നോക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയ, നിങ്ങളുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്കൊക്കെ തിരിഞ്ഞു നോക്കിയ ശൂന്യമായ കൽഭരണി മാത്രമേ നമുക്ക് കാണാനുള്ളൂ. പക്ഷേ കണ്ണ് തുറന്ന് കാണ്, ഈ ശൂന്യമായ കൽഭരണിയെ നിറയ്ക്കാൻ പറ്റുന്നവൻ. ഈ ശൂന്യമായ കൽഭരണിയിലേക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ പറ്റുന്ന ഈശോയാണ് ഇവിടെ ഉള്ളത്. ഈശോയാണ് ഇവിടെ ഉള്ളത്. ആ കുടുംബത്തിന്റെ കാലിയായി കിടക്കുന്ന കൽഭരണിയിലേക്ക് നോക്കണ്ട, ജോലിയില്ലാത്ത അവസ്ഥ ആകുന്ന ആ കൽഭരണിയിലേക്ക് നോക്കണ്ട, നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയ ശൂന്യമായ ആ കൽഭരണിയിലേക്ക് നോക്കണ്ട, ഈശോയിലേക്ക് മാത്രം നോക്കി. എന്നിട്ട് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ തീരുമാനിക്കുക. അതൊരു തീരുമാനമായിട്ട് നമ്മൾ എടുക്കുന്നു. ഈശോയെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഈ സമയത്ത് അല്പസമയം ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ മുഴുവൻ അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: അടുത്തിരിക്കുക, കേട്ടിരിക്കുക, ഈശോ പറയുന്നത് അനുസരിക്കുക. ഈശോയെ അതിന് തയ്യാറെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് ഈശോയെ നീ പറയുന്നതെല്ലാം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇനി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവെ അങ്ങനെ ഒരു കൃപ അങ്ങ് ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെക്ക് നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയുടെ എല്ലാ യോഗ്യതകളും ടാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മാനിച്ചതിനെ, സ്നേഹിച്ചതിനെ, ആ കൃപയ്ക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇരുന്ന മണിക്കൂറുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അങ്ങയുടെ മുമ്പിൽ അല്പസമയം ഇരുന്ന് ആരാധിക്കുന്ന ഈ മക്കളുടെ മേലേക്ക് അങ്ങയുടെ നോട്ടം അങ്ങൊന്ന് കൊടുക്കണമേ, അങ്ങയുടെ കടാക്ഷം അങ്ങ് ചൊരിയണമേ. സോളമൻ ദേവാലയം പ്രതിഷ്ഠ കർമ്മം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, നിന്റെ മക്കൾ, നിന്റെ ദാസർ നിന്റെ മുമ്പിൽ വന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ അങ്ങയുടെ കണ്ണുകൾ രാപ്പകൽ അവരുടെ നേരെ തുറന്നിരിക്കണമേ. കർത്താവേ, ഇന്നൊരു ദേവാലയത്തിൽ ഇരുന്നല്ല ഈ ആരാധന കൂടുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, ഞങ്ങളുടെ ഓഫീസ് മുറിയിൽ, ഞങ്ങളുടെ ഒരു ഇലക്ട്രോണിക് ഉപകരണം, ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒത്തിരിയധികം കരഞ്ഞൊരു മുറിയിൽ വെച്ചാ ഇപ്പൊ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്, ഈ മുറി, ഈ ഹോസ്റ്റൽ മുറി, ഈ ഞാനിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലം ദേവാലയമായിട്ട് മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്ന ഇടം. ഈശോയെ, അമ്മ നോക്കിയ പോലെ ഞങ്ങൾ അങ്ങേ നോക്കുകയാണ്.
പരിശുദ്ധ അമ്മ അങ്ങേ നോക്കിയതുപോലെ സ്നേഹത്തോടെ ഞങ്ങളങ്ങ് നോക്കുകയാണ്. അമ്മേ മാതാവേ, ഈശോയെ തന്നെ നോക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ഈശോയെ നോക്കിയതുപോലെ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ നോക്കാൻ ഈ ഒരു മാസക്കാലം മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ മടിയിലിരുന്ന ഈശോയെ പോലെ ഈശോയെ ഞങ്ങൾക്കിപ്പോൾ ഒന്ന് നോക്കാൻ പറ്റണം. മടിയിലിരുന്ന ഉണ്ണീശോയെ അമ്മ നോക്കിയതുപോലെ ഈശോയെ ആരാധിക്കുന്ന ഞങ്ങളെ അമ്മ ഈ സമയം ഒന്ന് നോക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? വലിയൊരു ആഗ്രഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ഈശോയിലേക്ക് തന്നെ നോക്കിക്കേ മക്കളെ. അടുത്ത അമ്മയുണ്ട്. ഈശോ ഉള്ളടുത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഈശോയെ ആരാധിക്കുന്ന സമയത്ത് അമ്മയും മാതാവും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അമ്മേ മാതാവേ, നിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഒന്ന് ഇരുത്തണേ, എന്നെ ഒന്ന് നോക്കണേ എന്ന ഏറ്റവും നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ അരുളിക്ക പരിശുദ്ധ അമ്മയുടെ കരമായിട്ട് കാണുക. ഈ അരുളിക്കയെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടായിട്ട് കാണുക. ആ മടിത്തട്ടിൽ വിശ്രമിക്കുന്ന കുഞ്ഞുണ്ണി ഈശോയെ ദിവ്യകാരുണ്യത്തിൽ നിങ്ങൾ കാണുക. ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് എന്നെ ഒന്ന് ഇരുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, യോഹന്നാൻ നിന്റെ നെഞ്ചോട് ചേർന്നിരുന്നത് പോലെ നിന്റെ നെഞ്ചോട് എന്നെ ചേർത്തിരുത്തണേ. പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യത്തെക്കാൾ അപ്പുറം യോഹന്നാന് കിട്ടിയൊരു സൗഭാഗ്യം, ഈശോ ചേർന്നിരുന്ന അമ്മയുടെ കൂടെ യോഹന്നാനും ചേർന്നിരിക്കുന്നു. അമ്മേ മാതാവേ, കുഞ്ഞു യോഹന്നാനാണ് ഞാനും, എൻ്റെ കൂടെ അങ്ങേ ആരാധിക്കുന്നവരും. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയെ ആരാധിക്കാൻ വേണ്ടി അമ്മയുടെ കൂടെ ഇരിക്കുന്ന കുഞ്ഞു യോഹന്നാനാണ് ഞാനും, ഈ ചുറ്റുമുള്ള എല്ലാവരും. അമ്മേ മാതാവേ, അമ്മയുടെ മടിയിൽ ഈശോയുണ്ട്. ആ മടിയിൽ എന്നെയും കൂടെ ഒന്ന് ഇരുത്തണമേ. ഈശോയെ, ദിവ്യകാരുണ്യത്തിൻ്റെ എൻ്റെ ഈശോയെ, ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ, വലിയ കരുണയുടെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ, അമ്മ മാതാവിൻ്റെ മടിയിൽ ഇരുന്നത് പോലെ ആ മാതാവിൻ്റെ മടിയിലിരിക്കാൻ എനിക്കൊരിച്ചിരി സ്പേസ് തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനൊരു കുഞ്ഞാണ്, ഒറ്റയ്ക്കാണ്, സഹായിക്കാൻ ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, കൂട്ടുകാരില്ല, ജീവിത പങ്കാളിയില്ല. അമ്മ മാതാവിൻ്റെ മടിയിൽ ഈശോയെ എന്നെയും കൂടെ ഒന്ന് ഇരുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ഇരടികൾ ഒരിക്കൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, നിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോയുടെ കൂടെ എന്നെയും കൂടെ ഒന്ന് ഇരുത്തണമേ. ദിവ്യകാരുണ്യത്തെ നോക്കി നമ്മളത് പാടുമ്പോൾ പരിശുദ്ധ അമ്മ അത് കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. ഈശോ നമ്മളെ അനുഗ്രഹിക്കും. അമ്മ മാതാവിൻ്റെ മടിയിലേക്ക് ഈശോ നമ്മളെ ചേർത്തിരുത്തും. പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ഈശോയിലേക്ക് തന്നെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ. ഈശോയിലേക്ക് തന്നെ നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കട്ടെ. സ്വർഗം നമുക്ക് തന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ആ വലിയ സമ്മാനമാണ് നിങ്ങൾ കാണുന്നത്, ദിവ്യകാരുണ്യം. സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോ എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കാനെടുത്ത തീരുമാനത്തിന്റെ പേരാണ് വിശുദ്ധ കുർബാന. കൂടെ വരും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം ഉള്ളിൽ വസിക്കാനെടുത്ത തീരുമാനത്തിന്റെ പേരാണ് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന. ആ ദിവ്യകാരുണ്യമായി മാറുമ്പോൾ, വിശുദ്ധ കുർബാനയായി മാറുന്ന ആ വെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ദിവ്യകാരുണ്യം മാത്രമല്ല തന്നത്, ദിവ്യകാരുണ്യത്തിന്റെ അമ്മയും നമുക്ക് തന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് സ്നേഹമായിട്ട് തന്നപ്പോൾ ആ സ്നേഹം ഒരു മനുഷ്യന്റെ രൂപത്തിൽ, ഒരമ്മയുടെ രൂപത്തിൽ നമുക്ക് തന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാന്, ഈശോയെ സ്നേഹിച്ച ഈശോയുടെ ശിഷ്യന് ഈശോ കൊടുത്ത സമ്മാനമാണ്, ഇതാ നിന്റെ അമ്മ. പ്രിയപ്പെട്ട മക്കളെ, നീ ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ വിശുദ്ധ കുർബാനയായി രക്തവും മാംസമായി ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് മാത്രമല്ല, സ്വർഗത്തിലിരുന്ന് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്നവർക്ക്, ഈശോ സ്നേഹിക്കുന്നവർക്ക്, ഈ യോഹന്നാന് എനിക്കും നിങ്ങൾക്കും ഈശോ തരുന്ന ഒരു സമ്മാനം, ഇതാ നിന്റെ അമ്മ.
കുരിശിൽ നിന്ന് കിടന്നുകൊണ്ട് മാത്രമല്ല, ഇന്ന് ഈശോയെ ആരാധിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഈശോയ്ക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, അമ്മയെ നോക്ക്, അമ്മയെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എൻ്റെ സ്നേഹമായ എൻ്റെ അമ്മയെ, എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മയെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ ഒരു മാസക്കാലം മുഴുവൻ അമ്മയെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അമ്മയെ വണങ്ങുന്ന ഈ സമയത്ത് ആരാധന എനിക്ക് തന്നെയാണ്, സ്നേഹം എനിക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഈശോ നമ്മളോട് പറയാണ്. ഈ ഒരു മാസക്കാലം ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ, എൻ്റെ എത്രയും ദയുള്ള എൻ്റെ അമ്മ ഈശോയുടെ സന്നിധിയിലേക്ക് എടുത്തുയർത്തും. സഹായം കിട്ടാതെ മടങ്ങിപ്പോവേണ്ടി വരില്ല, നിരാശപ്പെടേണ്ടി വരില്ലെന്ന് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആരാധിക്കും. കുരിശെ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ ഒരു വാക്കും വെറുതല്ല. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഈശോ ദാഹിക്കുന്നതാണ്. പിതാവ് ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്നാണ് ഈശോ പറയുന്നത്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും ക്രമപ്പെടുത്താൻ എൻ്റെ ഈശോയ്ക്ക് പറ്റുമെന്നാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് 22ാം സങ്കീർത്തനം പാടി പ്രാർത്ഥിച്ചത് ഈശോ എനിക്ക് വേണ്ടി കൂടെയാണ്. പിതാവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പിതാവിന്റെ കരത്തിൽ എന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞതും എനിക്ക് വേണ്ടി തന്നെയാണ്. യോഹന്നാൻ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യ, അങ്ങേക്ക് വേണ്ടി മാത്രമല്ല, ഈശോയെ ആരാധിക്കുന്ന എനിക്ക് വേണ്ടി കൂടി ഈശോ കുരിശിൽ കിടന്നുകൊണ്ടും ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പറയാണ്, നിനക്കുമുണ്ട് അമ്മ. ഞാൻ അമ്മ എന്ന് വിളിച്ച എൻ്റെ അമ്മ കുഞ്ഞെ നിന്റെയും അമ്മയാണെന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ പറയുന്നത് കേൾക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് മാത്രമല്ല, ദിവ്യകാരുണ്യത്തിൽ നിന്നും ഈശോ പറയുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കാതുകളിലല്ല, ഹൃദയത്തിൽ ആ സ്വരം വീണ്ടും കേൾക്കണം. ഇതാ നിന്റെ അമ്മ. ബിഹോൾഡ് യോർ മദർ. ഈശോ പറഞ്ഞ വാക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മുഴങ്ങി കേൾക്കട്ടെ. കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ. പ്രാണപീഡയാൽ പീഡയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി അമ്മേ, അമ്മേ, അമ്മേ. കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ. പരിശുദ്ധ ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഈ അമ്മയെ സ്വീകരിക്കുമ്പോൾ ആ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങേക്ക് തരികയാണ്. ഈശോയെ, അമ്മയുടെ മടിയിലിരുന്ന് അങ്ങേ ആരാധിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഈ ശുശ്രൂഷ കാണുന്ന ഇടങ്ങളിൽ തന്നെ അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമേ. ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് 30 60 അല്ല, 100 മേനി ഫലം അങ്ങ് തന്നെ തരണമേ. വചനം മാംസമായി അവതരിച്ചപ്പോൾ ആ വചനത്തെ ഉൾക്കൊണ്ട പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ ഈശോയുടെ സന്നിധിയിലേക്ക് അമ്മ തന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊടുക്കണമേ. ഈശോയെ, അങ്ങേ ആരാധിക്കുന്ന മക്കളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങേക്ക് തരികയാണ്. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ജോലി മേഖല, ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ ശുശ്രൂഷ, ഈശോ എല്ലാം പരിശുദ്ധ അമ്മയുടെ കരം വഴി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എടുത്തു തരികയാണ്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ മറ്റാരും ഞങ്ങൾക്കില്ല, മറ്റാരെയും ഞങ്ങൾക്ക് വേണ്ട. അങ്ങ് ഞങ്ങൾക്ക് കൊണ്ട്, അങ്ങ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ഈ ഒരു മാസക്കാലത്തേക്ക് അങ്ങ് പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും, ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, കർത്താവേ, ഇന്ന് ശാലോം TV-യിലൂടെ ഈ ശുശ്രൂഷ കാണുന്നവര് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. വിവിധ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചവര് ഫോൺ വഴി, വാട്സപ്പ് വഴി, ഇമെയിൽ വഴിയൊക്കെ, കത്തുകൾ വഴിയും നേരിട്ടും ഒക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥന നിയോഗം തന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങ് വളർന്നു വന്നത് ഒരു കുടുംബത്തിലാണ്. പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിൻ്റെയും കുടുംബത്തിന്റെ ഭാഗമായി അങ്ങ് നിന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിത പങ്കാളിയെ, മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. ഈശോയെ, പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും കൊടുക്കുകയാണ്. സാധിക്കുന്നവർ 2 കരങ്ങൾ ഈശോയിലേക്ക് ഒന്ന് യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കാമോ? ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി ഒന്നുകൊണ്ടോ, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നുകൊണ്ടോ ഈശോയുടെ നേരെ നിങ്ങളുടെ കരങ്ങൾ നീട്ടിപ്പിടിക്കുക. നിങ്ങളൊരു യാത്രാമധ്യയാണ് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ ആത്മന എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല.
അമ്മ കേട്ട സുവിശേഷങ്ങളിൽ ഒന്നാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. കുടുംബത്തിലെ എല്ലാ ക്രൈസിസുകൾ, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഈശോ കൊടുത്തേ. പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം ഈ കുടുംബത്തിന്റെ ആവശ്യം. ഒരു കുടുംബത്തെ നയിച്ച അമ്മയാണ്. ഈ വണക്കമാസത്തിന്റെ ഈ ഒരു 30-31 ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹം അമ്മ ഈശോയിൽ നിന്ന് മേടിച്ചു തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒറ്റ തീരുമാനമാണ്, ഞാൻ അനുസരിച്ചോളാം, എൻ്റെ ഈശോയെ ഞാൻ അനുസരിച്ചോളാം. കാനായിലെ വീട് പോലെ ചിലപ്പോൾ നാണം കെട്ട ഒരു വീടായിരിക്കാം. ചിലപ്പോൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് പെട്ടെന്നൊരു ഇല്ലായ്മയിലേക്ക് വീണു പോയൊരു വീടായിരിക്കാം നിങ്ങളത്. എല്ലാ സന്തോഷങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞൊരു കുടുംബം പെട്ടെന്ന് ഇതാ ശൂന്യമാകുന്നു, വീഞ്ഞു തീർന്നു പോവാണ്, ആനന്ദമില്ലാണ്ടായി പോവാണ്, പരസ്പരം വഴക്കാണ്, കൺഫ്യൂഷൻസ് ആണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, ആർക്കും ഉത്തരവില്ല, എന്നാ ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല, വീഞ്ഞു തീർന്നു പോയി. ഇതുപോലെ പല ശൂന്യതകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. ആ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കാനല്ല പരിശുദ്ധ അമ്മ പറയുന്നത്, ഈശോയിലേക്ക് നോക്ക്, അവൻ പറയുന്നത് കേക്ക്, തീരുമാനം എടുക്കുക. ഈ 30-31 ദിവസങ്ങളിൽ ഈ ഒരു മാസം മുഴുവൻ ഈശോയെ മാത്രം ഞാനും എൻ്റെ കുടുംബവും നോക്കുമെന്ന് പറ. വണക്കമാസത്തിന്റെ ആ ഒരു വലിയ പാരമ്പര്യം നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കും, നിങ്ങൾ തീരുമാനിക്കുക. മക്കളെ, ഈശോയെ 1-ാം സ്ഥാനം കൊടുക്കാൻ ആ വീടിന് തയ്യാറായാൽ ആ വീടിന് ഈശോ 1-ാം സ്ഥാനം കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ ഇപ്പോ ഈ ദിവസം ഈശോ അനുഗ്രഹിക്കാൻ പോവാണ്. നിങ്ങളുടെ വീടിന് ഈശോ 1-ാം സ്ഥാനം കൊടുക്കും. നിങ്ങളുടെ കുടുംബത്തെ ഈശോ മാനിക്കും, അനുഗ്രഹിക്കും. മാതാവ് പറഞ്ഞ വാഗ്ദാനം അതാണ്. ഈശോയെ നോക്ക്, നോക്കിയാൽ ഉത്തരവുണ്ട്. ശൂന്യതയിലേക്കല്ല, നിറവിലേക്ക് നോക്കുക. നിന്റെ ശൂന്യതയിലേക്കല്ല, നിറവിലേക്ക് നോക്കുക. നിന്റെ ശൂന്യതകളെ ഈശോയ്ക്ക് കൊടുക്കുക, നിന്റെ കൽഭരണികളെ ഈശോയ്ക്ക് കൊടുക്ക്, നിന്റെ കുടുംബത്തിന്റെ ഇല്ലായ്മകളെ, ആ പച്ചവെള്ളത്തെ ഈശോയ്ക്ക് കൊടുക്ക്. നിന്റെ കുറവുകളെ അവൻ നിറവാക്കും, നിറവിനെ അനുഗ്രഹമാക്കും, അനുഗ്രഹത്തെ അഭിഷേകമാക്കി മാറ്റും. ഈശോയെ, ഒന്നുമില്ലാത്ത പാവപ്പെട്ട മക്കളാണ് നിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിക്കുന്നത്. സഹായിക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നീ ഉണ്ട്, നീ മാത്രം മതി. അമ്മ മാതാവ് പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ച് അങ്ങ് പറയുന്നത് കേൾക്കാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രായമായവരെല്ലാം സമർപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളി, മക്കളെല്ലാം ഒരിക്കൽ കൂടി തരികയാണ് ഈശോയെ. പ്രായാധിക്യം മൂലം, രോഗം മൂലമൊക്കെ ക്ലേശിക്കുന്നവരെ തരുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഞങ്ങളുടെ എല്ലാ ആത്മമിത്രങ്ങളെ അങ്ങേക്ക് തരികയാണ് ഈശോയെ. അങ്ങ് അനുഗ്രഹിക്കാതെ വിട്ടു പോവല്ലേ ഈശോയെ. അങ്ങ് ഇറങ്ങി വന്നപ്പോൾ യൗസേപ്പിതാവിന്റെയും മറിയത്തിന്റെയും ഭവനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ഉണ്ണിയായി അങ്ങ് ഓടിച്ചെല്ലുന്ന ഇടങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് ഓടി വരണമേ, ഓടി വരണേ ഈശോയെ. അമ്മ മാതാവിന്റെ കയ്യിൽ നിന്ന് ചാടിയിറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് ഓടി വരണമേ. നിഷ്കളങ്കമായി പ്രാർത്ഥന ഈശോയെ അങ്ങ് കേൾക്കണമേ. കർത്താവെ, കുരിശിൽ നിന്ന് അങ്ങേ ഇറങ്ങി വരാൻ വേണ്ടി ആക്രോശിച്ച ശത്രുക്കളെ പോലെ അല്ല, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കള് ആവശ്യപ്പെടുകയാണ്, സ്നേഹത്തോടെ യാചിക്കുകയാണ്. അമ്മ മാതാവിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലോട്ട് വരണമേ. കുരിശിൽ നിന്ന് ഇറങ്ങി വരാനല്ല ഞങ്ങൾ ആവശ്യപ്പെടുക. ഞങ്ങൾ ശത്രുക്കളല്ല, ഞങ്ങൾ നിന്റെ മിത്രങ്ങളാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, നിന്റെ കുഞ്ഞാണ്. എൻ്റെ വീട്ടിലോട്ട് അമ്മ മാതാവിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരണമേ. ഈ അരുളിക്കയിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കും. ആ സങ്കടങ്ങളിലേക്ക്, ആ ശൂന്യതയിലേക്ക്, ആ കൽഭരണിയിലേക്ക്, ആ നിറച്ചു വെച്ച ആ കൽഭരണിയിലേക്ക്, ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ആനന്ദം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ അനുഗ്രഹമാക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് അവരെല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. അബ്രഹാമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ, ഇസാക്കിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ, യാക്കോബിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ, 12 ഗോത്രങ്ങളെ അനുഗ്രഹിച്ചതുപോലെ, അപ്പസ്തോലിക സഭയെ അനുഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരു മാസക്കാലം മുഴുവൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, അങ്ങയുടെ വലിയ കരുണയും കൃപയും ഞങ്ങളെ സ്വീകരിക്കാം. അങ്ങ് ഞങ്ങളെ ആശീർവദിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ പരിശുദ്ധ ശരീരത്താൽ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ, അങ്ങയുടെ വലിയ സ്നേഹത്താൽ എല്ലാ പാപക്കറകളും ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധ അമ്മയുടെ മടിയിലിരിക്കാൻ യോഗ്യതയുള്ള വിശുദ്ധരായ കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ മാറ്റുമ്പോൾ, കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം ഒട്ടും കുറഞ്ഞു പോകരുതേ. അളവില്ലാതെ അധികമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹം തരണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അമ്മ മാതാവ് ഞങ്ങളുടെ നേരെ കരം നീട്ടിപ്പിടിക്കുന്നുണ്ട്. ഈശോയോട് പറയുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അമ്മേ, ഈ സമയം ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് പറയണേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അടുത്ത തലമുറയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പൂർവികരെ അനുഗ്രഹിക്കണമേ. ഈ ഒരു മാസക്കാലം മുഴുവൻ പരിശുദ്ധ അമ്മ മാതാവേ, ഈശോയോട് ചേർന്ന് അമ്മ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ. ത്യാഗത്തോടെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിലും മുട്ടിന്മേലായിരിക്കുക. ഈശോയുടെ അനുഗ്രഹം, ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. ഒരു മാസക്കാലം മുഴുവൻ പിടിച്ചു നിൽക്കാനുള്ള വലിയ ആത്മീയ ശക്തി ഈ അനുഗ്രഹത്തിലൂടെ കിട്ടണം. അമ്മ മാതാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോയുടെ അനുഗ്രഹം നമ്മളെ സ്വീകരിക്കുക. കണ്ണുകൾ രണ്ടും ഈശോയിലേക്ക് തന്നെ, കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. നീട്ടിപ്പിടിച്ച കൈകളിൽ നിങ്ങളുടെ കുറവുകൾ,
നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ കണ്ണുനീരുകളെല്ലാം കൊടുക്കുക. ഈ കൈ നിറച്ച് അതിനെ തൂവി കടന്നു പോകുന്ന അത്രയും സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടാവും, നിയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഈശോയ്ക്ക് കൊടുക്ക്. വക്കോളം നിറച്ചു വെച്ച ഒരു കൽഭരണിയല്ല, വക്കോളം നിറച്ചു വെച്ച സങ്കടങ്ങളാണ്. ആ സങ്കടങ്ങളുടെ മേലേക്ക് കർത്താവിൻ്റെ കരം നീളും. ആ സങ്കടങ്ങൾ മാറി കൃപയായിട്ട് മാറും. ഈശോയിലേക്ക് 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കും. നിങ്ങൾ ഈ കൈ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ആ കയ്യിൽ മാതാവ് പിടിച്ചിട്ടുണ്ട്, അമ്മ പിടിച്ചിട്ടുണ്ട്. ഈശോയുടെ നേരെ കൈ നീട്ടുമ്പോൾ ആ കയ്യിൽ മാതാവ് പിടിക്കുന്നുണ്ട്. തളർന്നു പോകും ചില സമയത്ത്, മടുത്തു പോകും ചില സമയത്ത്, പക്ഷെ അമ്മ മാതാവ് നിങ്ങളുടെ കയ്യെ പിടിച്ചിട്ടുണ്ട്. ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.